വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. ഏത് രീതിയിൽ കുക്ക് ചെയ്താലും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീറ്റാണ് മട്ടൺ. ഇന്ന് മട്ടൺ വെച്ചിട്ട് ഒരു മപ്പാസ് കാണാം. മപ്പാസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു കുക്കർ എടുക്കാം. കുക്കർ ഹീറ്റ് ചെയ്യാം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ, കോക്കനട്ട് ഓയിൽ. എണ്ണ നന്നായിട്ട് ചൂടായി. ഇതിലേക്ക് നമുക്ക് ഹോൾ സ്പൈസസ് ആയിട്ട് ചെറിയൊരു കഷ്ണം സിനമൺ, 3 ഗ്രാമ്പു, ഒരു കഷ്ണം ഏലക്ക, ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം കൂടെ ചേർക്കാം. ഒരു വലിയ സവാള സ്ലൈസ് ചെയ്തത് അതോടെ ആഡ് ചെയ്യാം. സവാള കുക്ക് ചെയ്യുമ്പോൾ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യാം. അണിയൻസ് ഒന്ന് സോഫ്റ്റായി. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ സ്ലൈസ് ചെയ്തതാണ്. വെളുത്തുള്ളി 1.5 ടേബിൾ സ്പൂൺ സ്ലൈസ് ചെയ്ത് ഇത് ഇട്ട് സോട്ട് ചെയ്യുക. 2 പച്ചമുളക് സ്ലിറ്റ് ചെയ്തതാണ്, അതുകൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ലൈറ്റ് ബ്രൗൺ ആകുന്ന വരെ ഇതെല്ലാം കൂടി ഇട്ടൊന്ന് കുക്ക് ചെയ്യാം. പാനിയൻസൊക്കെ ഗോൾഡൻ ബ്രൗൺ കളറായി. ഈ സമയത്ത് നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ തീ കുറച്ച് വെക്കുക, മസാല ബേൺഡായി പോവല്ല. ഇതിലേക്ക് കുറച്ച് കറി ലീവ്സ്, ഒപ്പം തന്നെ ടൊമാറ്റോ, ഒരു ചെറിയ ടൊമാറ്റോ, ഒരു മീഡിയം സൈസ് ടൊമാറ്റോ സ്ലൈസ് ചെയ്തത്. ടൊമാറ്റോസ് ഒന്ന് ഉടഞ്ഞ് പേസ്റ്റ് ആകുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ടൊമാറ്റോസ് ഇട്ട ശേഷം ഞാൻ കുറച്ച് സോൾട്ട് ആഡ് ചെയ്യും. ടൊമാറ്റോസ് എല്ലാം നന്നായിട്ട് ഉടഞ്ഞു. നമുക്ക് ഇനിയും മട്ടണിനകത്തേക്ക് ആഡ് ചെയ്യാം. ഞാൻ എടുത്ത് വെച്ചേക്കുന്ന 1/2 കിലോ മട്ടൺ കറി കട്ടാണ്, ചെറിയ പീസസാണ്, അതിനകത്തേക്ക് ആഡ് ചെയ്യാം. മട്ടണിലേക്ക് മസാല പിടിക്കുന്ന വരെ ഹൈ ഫ്ലെയിമിൽ കുറച്ച് നേരം ഒന്ന് സോട്ട് ചെയ്യുക. ഓക്കെ, നന്നായിട്ട് കുറച്ച് നേരം നമ്മൾ ഹൈ ഫ്ലെയിമിൽ സോട്ട് ചെയ്തു. ഇനി രണ്ടാം പാൽ ചേർക്കാം. 1 കപ്പ് രണ്ടാം പാൽ ചേർക്കാം. ഇനി നമുക്ക് അടച്ചു വെച്ച് 1 വിസിൽ വരെ കുക്ക് ചെയ്യുക. അതിനുശേഷം തീ കുറച്ചൊരു 3 വിസിലും കൂടെ കുക്ക് ചെയ്തെടുക്കുക. പ്രഷറെല്ലാം റിലീസായി കഴിയുമ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പം മീറ്റൊക്കെ 3/4 കുക്ക്ഡാണ്. നമുക്കിതിനകത്തേക്ക് ഇനി പൊട്ടാറ്റോസ് ആഡ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ഒരു 2 മീഡിയം സൈസാണ് ഉപയോഗിച്ചേക്കുന്നത്, അതുകൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ആദ്യമേ നമ്മളിട്ട് കഴിഞ്ഞത് വല്ലാണ്ട് കുഴഞ്ഞു പോകും. അതുകൊണ്ടാണ് കുറച്ചൊരു 3/4 വെന്ത് കഴിയുമ്പോൾ ഇടുന്നത്. ആവശ്യത്തിന് സോൾട്ട്, കുറച്ച് ഗരം മസാല, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർക്കാം. ഇനി ഒറ്റ വിസിൽ, 1 വിസിൽ വന്നു കഴിയുമ്പോൾ ഓഫ് ചെയ്യാം. അപ്പോൾ വീണ്ടും 1 വിസിൽ വന്നു, പ്രഷർ ഫുൾ റിലീസായി കഴിയുമ്പോൾ നമ്മൾ തുറക്കുക. ഓക്കെ, നല്ല പെർഫെക്റ്റ് ആയി.
ഇനി നമുക്ക് അതിനകത്തേക്ക് കടുക് പൊട്ടിക്കണം, ഒന്നാം പാൽ ഒഴിക്കണം, വീണ്ടും ഹീറ്റ് ചെയ്യുക. നമ്മുടെ മട്ടൺ നന്നായിട്ട് കുക്കായി, പൊട്ടറ്റോസ് നന്നായിട്ട് കുക്കായി. നമുക്ക് ഇതിനകത്തേക്ക് ഒന്നാം പാൽ ചേർക്കാം. ഒരു 3/4 കപ്പ് ഒന്നാം പാൽ ചേർത്തു. സോൾട്ടൊക്കെ ചെക്ക് ചെയ്തിട്ട് സോൾട്ടൊക്കെ ആഡ് ചെയ്യാം. ഇനി ബോയിൽ വരല്ലോ, ഒന്നാം പാൽ ഇട്ട ശേഷം തിളയ്ക്കാൻ പാടില്ല. നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് 2 കപ്പ് തേങ്ങ എടുത്ത് അതിനകത്ത് 3/4 കപ്പ് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചിട്ട് പിഴിഞ്ഞെടുക്കുമ്പം നമുക്ക് ഒന്നാം പാൽ കിട്ടും. വീണ്ടും അതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് എടുക്കുന്നതാണ് രണ്ടാം പാൽ. അറിയാൻ മേലാത്തവർക്ക് വേണ്ടി പറയാണ്. ഓക്കെ, ഇത് നന്നായിട്ട് ചൂടായി, ഇപ്പുറത്തേക്ക് മാറ്റി വെക്കാം. കടുക് പൊട്ടിക്കാനായിട്ട് ഞാൻ വേറൊരു കടായി വെച്ചു. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യോ കുക്കനട്ട് ഓയിലോ ഉപയോഗിക്കാം. ഞാനിപ്പോൾ കുക്കനട്ട് ഓയിലാണ് ഉപയോഗിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ. എണ്ണ നന്നായിട്ട് ചൂടായി, ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക്. കടുക് ഇട്ട് പൊട്ടി തുടങ്ങുമ്പോൾ ചുവന്നുള്ളി, ഒരു 3 ചുവന്നുള്ളി സ്ലൈസ് ചെയ്തത്, കുറച്ച് കറി ലീവ്സ് കൂടെ ആഡ് ചെയ്യാം. അണിയൻസ് ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിതിനകത്തേക്ക് ഡ്രൈ ചില്ലിയും കൂടെ ആഡ് ചെയ്യാം. ഉണക്കമുളകിൻ്റെ കുരു ഞാൻ കളഞ്ഞതാണ്, കളഞ്ഞ് അഡ്ജസ്റ്റ് ആയത് മാത്രമേ ഉള്ളൂ. ഈ കടുക് പൊട്ടിച്ച മിക്സ്ചർ നമുക്ക് ഈ കറിയിലേക്ക് ആഡ് ചെയ്യാം. നല്ലൊരു മണമൊക്കെ കറിക്കകത്ത് വരാനായിട്ട് ഒന്ന് അടച്ച് 5 മിനിറ്റ് വെക്കാം. നമ്മൾ 5 മിനിറ്റ്സ് ഒന്ന് റെസ്റ്റ് ചെയ്തു. ഇനി നമുക്ക് സെർവിങ് ബോളിലേക്ക് മാറ്റാം. നമ്മുടെ ഈ മട്ടൺ മപ്പാസ് നിങ്ങൾക്ക് ചപ്പാത്തി, പുട്ട്, ഇടിയപ്പം, ചോറ് അങ്ങനെയുള്ള സാധനങ്ങളോടൊക്കെ ഒക്കെ എക്സലൻറ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ല വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.